നോക്കണേ കള്ളനെ പിടിച്ച്. അയ്യോ ലേക്ക് വ്യൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ ദിവസം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മള് റിട്ടയർമെന്റിന്റെ ബാങ്ക് പാർട്ടി ഉണ്ടായിരുന്നു. ഇന്ന് ആഫ്റ്റർ പാർട്ടിയാണ്. ചെറിയൊരു ഫംഗ്ഷൻ, ഒരു കുറച്ച് പേരുടെ ഒരു ഫംഗ്ഷൻ. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഈവനിങ് ആണ്. അതിന്റെ മുന്നേ നമുക്കൊരു കല്യാണം കൂടെ അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പം ആ രണ്ടും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പൊ എന്തായാലും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പോകുന്ന കാഴ്ച. ഓക്കെ, അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കൂടി അത്യാവശ്യം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. കല്യാണം കണ്ട് സെറ്റായതിനു ശേഷം പിന്നെ നമ്മൾ സദ്യ കഴിക്കാൻ താഴെ ഇറങ്ങി. താഴെ നല്ല തിരക്കായിരുന്നു. സോ ഗൈസ്, അമ്മേന്റെ പരിപാടി, അതായത് അമ്മേന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന്റെ എക്സ്റ്റൻഷൻ എന്നാണ് ശരിക്കുള്ള പരിപാടി. അപ്പൊ അതിനുവേണ്ടി ഞാൻ റെഡിയായി, ഒരു സെറ്റ് ആവാനുണ്ട്. എന്റെ അച്ഛനും അമ്മയൊക്കെ വന്നോണ്ടിരിക്കുകയാണ്. കസിൻസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാഗ്യൻ്റെ കസിൻസും കുറച്ച് റിലേറ്റീവ്സും ഒക്കെ വന്നു. അപ്പോഴത്തേക്ക് ഇതാ ഭാഗ്യ അമ്മേനെയൊക്കെ ഒരുക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ കാറിന് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം ഇരുത്തി പിന്നെ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞ അപ്പോഴത്തേക്ക് കുറച്ച് സമയമായി. പിന്നെ ഹോളിലെ പരിപാടി തുടങ്ങുമ്പോഴത്തെ അവിടേക്ക് എത്തണമല്ലോ. ഇവരൊക്കെ ഓരോരുത്തർ ഓരോ വെഹിക്കിളിലാണ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും അവർ വന്ന വെഹിക്കിളിൽ തന്നെ അങ്ങോട്ട് ഹോളിലേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞു. അപ്പം ഞാനും ഭാഗ്യം അവളുടെ കുറച്ച് റിലേറ്റീവ്സ് ഒരു കാറിൽ അങ്ങോട്ട് എത്തിക്കോളാന്നു. അങ്ങനെ അച്ഛനും അമ്മയും കുറച്ച് പേരും കൂടെ വേറൊരു കാറിൽ. അങ്ങനെ നമ്മളിങ്ങനെ ബാച്ചായിട്ട് അവിടെ പോയി. നല്ല ചൂടായതുകൊണ്ട് എല്ലാരും സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് പേരും കൂടെ വരാനുണ്ട്. ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ ഇനി ഒരു ട്രിപ്പും കൂടെ അടിക്കാൻ ഏകദേശം കുറച്ച് പേരൊക്കെ ഇവിടെ ഹോളിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് ബാക്കി പരിപാടികളൊക്കെ കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ അടിച്ചു കൂട്ടി അവിടെ എത്തി. സംഘം റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ റൗണ്ടിൽ വന്നിട്ടുള്ള 5 പേര് 6 പേരായിരുന്നു. അതേപോലെ തന്നെ അച്ഛൻ കുറച്ച് പേരും കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചങ്ങോട്ട് പോയി. പിന്നെ നമ്മളിനി ട്രിപ്പ് അടിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അകത്തേക്ക് മെല്ലെ നടന്നു. ഓക്കെ, നമ്മളെ സംഘം റെസിഡൻസി ഇവരൊക്കെ നടന്ന് കയറാണ്. നമ്മുടെ റബ്ബിനത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും അവിടെ എത്തിയിട്ട് കാണാം. ഫ്രീ ആയിട്ട് ഒരു നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് പുല്ലാണ് കേട്ടോ, നമ്മളെ ഔട്ട്ഫിറ്റ് ഇല്ല. ശരി, നല്ല ശരിയാണ്. പാർക്കിംഗ് സൗകര്യം കുറച്ച് കുറവാണ്. സൺഡേ ആയതുകൊണ്ട് വലിയ റഷില്ല. പിന്നെ അതേ വെൽക്കം ഡ്രിങ്ക് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി അവിടെ വന്നു. ഇതൊക്കെ ഭാഗ്യൻ്റെ കസിൻസാണ്. അവരടുത്തൊക്കെ ഹായ് ഒക്കെ പറഞ്ഞു. അങ്ങനെ മിൻറ്റ് ലൈം എടുത്തു അവള്. ഞാനൊരു പോമോഗ്രാനറ്റിൻ്റെ ജ്യൂസ് എടുത്തത്. അങ്ങനെ അത് രണ്ടും കുടിച്ച് സെറ്റായതിൻ്റെ ശേഷം അങ്ങോട്ട് ചെന്നപ്പോൾ അമ്മയും ഭരത്തും കൂടെ അവിടെ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിയേഴ്സൊക്കെ തട്ടിയിട്ട് വെള്ളമൊക്കെ കുടിച്ചു. എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ അണിഞ്ഞൊരുങ്ങി നിൽക്കുക. നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭാഗ്യമാണ്. പിന്നെ അച്ഛൻ രണ്ടാമത്തെ ട്രിപ്പിൽ എല്ലാവരെയും ബാക്കിയുള്ളവരും കൂടെ റിലേറ്റീവ്സിനെയും കൂടെ അവിടേക്ക് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഒക്കെ സെറ്റായി. പിന്നെ നമ്മൾ ഈ ഒരു റെസിഡൻസിൻ്റെ അകത്ത് കയറി ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ അച്ഛനെ കാണാല്ലേ. പിന്നെ അച്ഛനെയും വിളിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റായി. അവിടുത്തെ ഈ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു സംഗമം റെസിഡൻസിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ അവിടുത്തെ ബാക്ക് സൈഡിലുള്ള ഈ ലേക്ക് വ്യൂ ആണ്. അങ്ങനെ അത് എൻജോയ് ചെയ്ത് നിന്നു. വെളിച്ചം കാരണം നല്ല ഫേസിലിംഗ് അടിക്കും. പക്ഷെ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചു പ്ലാനിങ് നടന്നാൽ മതി. ഇവരിവിടെ ഇന്ന് വൻ പ്രാക്ടീസിലായിരുന്നു. അതായത് സ്റ്റാർട്ടിങ്ങിൽ പ്രയറൊക്കെ ചൊല്ലുക, എല്ലാവരും വെൽക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സ്റ്റേജിൽ പരിപാടി അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത് പോയി. എന്ത് ചെയ്യാം.
ഇത് ഭാഗ്യയുടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും ആയിരുന്നു. പിന്നെ അവിടെ പിള്ളേരൊക്കെ ഇരുന്ന് വൻ മജ കളിയിലായിരുന്നു. അവർ കസാര പിടിക്കലും അങ്ങട്ടിക്കലും ഇങ്ങോട്ടിരിക്കലും അങ്ങനത്തെ ഓരോ പരിപാടിയിലായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റേജിലേക്ക് എല്ലാവരെയും അറേഞ്ച് ചെയ്യാൻ മീൻസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള സെഷന് വേണ്ടിയിട്ടും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു മൊമെൻറ്റോ കൊടുക്കാനുള്ളവരും പിന്നെ മറ്റേ പൊന്നാട അണിക്കാനുള്ളവരും അങ്ങനെ ഒരുപാട് തിരക്കായിരുന്നു. എല്ലാവരും ഓരോ കുടുംബക്കാരിങ്ങനെ സെറ്റായിട്ട് നിന്നിട്ടും പിന്നെ അമ്മേൻ്റെ കസ്റ്റമറാണിത്. അങ്ങനെ പുള്ളിക്കാരത്തേക്ക് ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ അറിയുന്നവരൊക്കെ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് പരിപാടിയൊക്കെ അടിപൊളിയായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അവിടെ തിരിച്ചു പോകുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആവുന്ന പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ തിരിച്ച് അങ്ങോട്ട് പോയി. ഇതൊക്കെ അമ്മേൻ്റെ മീൻസ് ഭാഗ്യൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെയൊക്കെ SLC ഗ്രൂപ്പിലുള്ള ആൾക്കാർ. അവരൊക്കെ ട്രാവലറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഫുഡൊക്കെ വെച്ച് അവരും തിരിച്ചു പോകാൻ നിന്നു. ഒരു ഈവനിങ് ഒക്കെ ആയി, ഒരു 6 മണി ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ അവിടെ തകൃതിയായിട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അച്ഛൻ്റെ അറേഞ്ച്മെൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ സെഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ്ലി അച്ഛൻ്റെ ഐഡിയ ആയിരുന്നു. ഫുഡ് കഴിക്കുന്നവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ അവിടെ ഒരു സ്റ്റേജും കൂടെ ഉണ്ടായിരുന്നു. ഇത് ലയൺസ് ക്ലബിൻ്റെയും കൂടെ ഒരു കൊളാബുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയും കൂടെ യൂട്ടിലൈസ് ചെയ്തിട്ട് സംഭവം അടിപൊളിയായിരുന്നു. വന്നവർക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഫുഡിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് തന്നെയാണ് തിരിച്ചു പോയത്. അപ്പം നമുക്ക് ഡെസേർട്ട് സെക്ഷനിൽ ചെന്നപ്പോൾ അവിടെയും നമ്മളെ ഗുലാബ് ജാമുനും ഐസ്ക്രീമും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. പ്രമീലയ്ക്കും അതുപോലെ തന്നെ സുഖുവേട്ടനുമുള്ള അങ്ങനെ അമ്മേൻ്റെ SLC ഗ്രൂപ്പിൻ്റെ വകയുള്ള പൊന്നാടാണിക്കൽ ഒഫീഷ്യൽ ചടങ്ങോടുകൂടി അത്യാവശ്യം പരിപാടികളൊക്കെ സമാഗമിച്ചു. പിന്നെയും കുറച്ച് പേരൊക്കെ വരാനുണ്ടായിരുന്നു. അങ്ങനെ വന്നവരൊക്കെ തിരിച്ച് കയറ്റി വിടലായിരുന്നു നെക്സ്റ്റ് പരിപാടി. അങ്ങനെ ഓരോരുത്തരായിട്ട് കാറിൽ തിരിച്ചു പോയി. ലാസ്റ്റ് ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇന്നലത്തെ ഒരു വിഷമം തീർക്കാൻ വേണ്ടി എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. നമ്മൾ പരിപാടിക്ക് എല്ലാവരും വീട്ടിലേക്ക് പോയി. കുറച്ച് ആൾക്കാരോട് ലാസ്റ്റ് ട്രിപ്പ് നമ്മളായിരിക്കും. നമുക്ക് കഴിക്കാം. അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. ഫുഡ് കഴിക്കാനിരിക്കാം. എന്താ ഗോബി മഞ്ചൂരിയൻ, ചിക്കൻ, നമ്മുടെ നെയ്പ്പത്തല്, പൊറോട്ട എല്ലാം കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ മഴ കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരുന്നിട്ട് ഫുഡൊക്കെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരുന്ന് കഴിച്ച് അടിപൊളി. ഇഷ്ടമായില്ലേ? അടിപൊളി ഫുഡ്. ഐസ്ക്രീം, ഗുലാബ് ജാമുൻ, ഇളനീർ പായസം, എല്ലാവരും കൃതാർത്ഥരായി. അങ്ങനെ നമ്മളെല്ലാവരും സമാധാനമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. സാധാരണ പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ റോൾ ഉണ്ടാവാറില്ല. ലാസ്റ്റ് വല്ല മിച്ചം വന്നാൽ കഴിക്കുന്നുള്ളൂ. ഇത് പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. നമുക്ക് ഫുഡൊക്കെ സെറ്റായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇത് അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു ഹോച്ചിമിൻ. മൂപ്പരെ അവിടെ വന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്ന് കണ്ടു. അങ്ങനെ മൂപ്പരെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മളവിടെ കുറേ നേരം പോസ്റ്റ് ആയി. കാരണം വെച്ചാൽ നമ്മൾ വീടിൻ്റെ കീ നമ്മളൊരു കൂട്ടരെ കയറ്റി വിട്ട കാറിലായിരുന്നു. പിന്നെ അത് തിരിച്ച്, അതായത് തൃശ്ശൂർ പോയി തിരിച്ച് വരാൻ വേണ്ടിയിട്ട് കാത്തു നിന്നു കുറേ നേരം. കള്ളനെ പിടിച്ച് അങ്ങനെ നമ്മള് ഒരു 1.5 മണിക്കൂറത്തെ വെയിറ്റിങ്ങിന് ശേഷം ഇവിടെ എത്തി. കുറെ നേരം നമ്മളെ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. കുറെ കാറിലിരുന്നു, കുറെ കാർ പോർച്ചിൽ ഇരുന്നു. അങ്ങനെ ഒരു വിധത്തില് ടയർഡാണ് ഗൈസ്. ഇപ്പൊ കട്ടിലുണ്ട്, ഇപ്പൊ കിടക്കുക. എന്താ അവസ്ഥയാണ്, കാലക്കല്ല വേണം. എന്തായാലും അടിപൊളിയായി. ഫുഡൊക്കെ സെറ്റായി. ഫുഡ്, ഫോട്ടോഗ്രാഫി എല്ലാം. അവിടുത്തെ ആ ഒരു സിനിമാറ്റിക് വ്യൂ ഒക്കെ കാണിച്ചല്ലോ അവിടെ പുഴക്കടവിലുള്ള ഒരു സംഭവമൊക്കെ. അങ്ങനെ നമ്മള് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈകിട്ട് ഭാഗ്യ അമ്മേന്റെ നൈറ്റി നമ്മുടെ ഈ ഒരു റിട്ടയർമെന്റ് വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് നല്ല വീഡിയോ കാണുന്നവരിക്കും ഒരു മൈൻഡ് സെറ്റ്. ഉറക്കം എത്ര വന്നിട്ടുണ്ടെങ്കിലും ഇത് പൊളിക്കാതെ ഉറങ്ങാൻ മൊമെന്റം.
മറ്റേത് ഇങ്ങനെ ബഹുലമായ അൺബോക്സിങ് കഴിഞ്ഞു. എല്ലാരും ഇത്രയും കാണികളാണ്. എല്ലാരും ഉറക്കം 12 എത്ര 12:30